ഓസ്നേട്ടാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ബോൺ അഗൈൻ വീണ്ടും ജനനത്തിനെ കുറിച്ച് പഠിച്ചു. നമ്മുടെ സ്പിരിറ്റ് റിന്യൂ ആയി ഹോളി സ്പിരിറ്റിനെ, ദൈവത്തിൻ്റെ ഹോളി സ്പിരിറ്റിനെ നമ്മുടെ ഉള്ളിൽ അയച്ചു എന്ന് ഓസ്നേട്ടൻ പഠിപ്പിച്ചു. എന്നിട്ട് എന്ത് സംഭവിക്കും? അതിനെക്കുറിച്ച് കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? യെസ്, ഗുഡ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ മക്കളാകൊണ്ട് അബ്ബാപിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ജനിച്ച എല്ലാവരുടെ ഉള്ളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതല്ല ആത്മസ്നാനം, അതല്ല ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചോദ്യത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9, 10, 11, 12 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9, 10, 11, 12. But as it is written, eye has not seen, nor ear heard, nor have entered into the heart of man, the things which God has prepared for those who love him. But God has revealed them to us through his Spirit. For the Spirit searches all things, yes, the deep things of God. For what man knows the things of a man except the spirit of man which is in him? Even so, no one knows the things of God except the Spirit of God. Now we have received not the spirit of the world, but the Spirit who is from God, that we might know the things that have been freely given to us by God. ആമേൻ. Amen. വളരെ കോൺട്രവേഴ്സിയുള്ള, ഇല്ലെങ്കിൽ വളരെ ആൾക്കാർ തെറ്റായിട്ട് ചിന്തിക്കുന്നൊരു വാക്യമാണിത്. ഞാനത് പറയാനുള്ള കാരണം തുടങ്ങുന്നത് എങ്ങനെയാണ് അല്ലേ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഈ വാക്യം എടുത്ത ആളുകൾ പ്രസംഗിക്കും എപ്പോഴും അവിടെ നിർത്തും. ഇപ്പോൾ വചനം എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് ഞാനൊരു ക്ലാസ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് നമുക്ക് ഒന്നുകൂടി അത് പിന്നെ എടുക്കാം. വചനം എപ്പോഴും ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എടുക്കണം. അതിൻ്റെ ബേസിക് തിങ് അത്. വചനം റിയലായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു നോ ദ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ വാക്യം മാത്രം എടുത്തിട്ട് വേറൊരു സ്ഥലത്തുള്ള കോട്ടിംഗ് ആണിത്. എന്നാലും കോട്ട് ചെയ്തിരിക്കുന്നൊരു വാക്യമാണ്. ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അപ്പോൾ പലരും അത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനെ കുറിച്ച് പറയും. പിന്നെ കുറച്ചും കൂടി ആത്മീയമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ദൈവം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ എൻ്റെ തൊട്ടടുത്ത വാക്യം 10ാം വാക്യം നമ്മൾ വായിച്ചാൽ നമുക്കോ അല്ലേ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, സി, അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പക്ഷേ വീണ്ടും ജനിച്ചൊരു ദൈവത്തിൻ്റെ പൈതലിനോ നമുക്കോ, ഇല്ലെങ്കിൽ കൊരിന്ത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോഴേക്കും നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് അടുത്ത വാക്യം ഒന്ന് വായിച്ചേട്ടെ. 13. ഇല്ല, ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. 10ാം വാക്യം നമ്മൾ വായിച്ച വാക്യം തന്നെ എൻ്റെ സെക്കൻഡ്. God has revealed them to us through his Spirit, for the Spirit searches all things, yes, the deep things of God. Deep things of God. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലുള്ള കണ്ണ് കണ്ടിട്ടില്ല, അത് മറന്നു പോകരുത്. അതിൻ്റെ തൊട്ടടുത്ത വാക്യമാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഒരിക്കലും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പക്ഷേ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോൾ ഇത് മനസ്സിലാണെങ്കിൽ അടുത്ത വാക്യം വായിക്കാം. തൊട്ടടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. For what man knows the things of a man except the spirit of the man which is in him? മതി. അപ്പോൾ നിർത്തി ചിന്തിക്കണേ. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? എത്ര പേര് ഇത് വചനം ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർക്കും അറിയാൻ സാധിക്കത്തില്ല എന്ന് എഴുതിയേക്കുന്നത്. അത് എൻ്റെ അകത്തുള്ളത്, ഞാനും എൻ്റെ വൈഫും എത്രയും അടുപ്പമാണെങ്കിലും, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ അറിയാമെങ്കിലും, എൻ്റെ അകത്തിരിക്കുന്ന കാര്യം എൻ്റെ ആത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. ശരിയാണ്.
ഇപ്പം എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ അകത്തൂടി കടന്നു പോകുന്ന എന്താണെന്ന് നമ്മൾ അവരെ വളർത്തുന്നത്, പക്ഷേ അവരുടെ അകത്തുള്ള ആത്മാവിന് മാത്രമേ അവരുടെ അകത്തുള്ള റിയൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. അത് കിട്ടിയ ഞാനത് ഇത്രയും ക്ലിയറായിട്ട് പറയുന്നത്, ഇറ്റ് റിവീൽസ് സോ മെനി സ്പിരിച്വൽ ട്രൂത്ത്. ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മനെ നമുക്ക് എന്തിനാ തന്നെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ചെറിയ ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം മറന്നു പോകരുത്, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരെ വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. എന്നിട്ട് അവിടെ തന്നെ എഴുതിക്കുന്ന ഔവണ്ണം തന്നെ അതുപോലെ തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ദൈവത്തിലുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അറിയത്തുള്ളൂ, വേറെ ഒരാൾക്കും അറിയത്തില്ല. അത് ക്ലിയർ അല്ലേ? 2 പാർട്ട് മറന്നു പോകരുത്. മനുഷ്യനിലുള്ളത് മനുഷ്യൻ്റെ ആത്മാവിനെ അറിയാവുന്നത് പോലെ തന്നെ ദൈവത്തിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിനെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഈ അറിവിൽ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. Now we have received not the spirit of the world, but the Spirit who is from God, that we might know the things that have been freely given to us by God. Amen. Amen. See, നാമോ ലോകത്തിൻ്റെ ആത്മാവിനല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത്. ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണല്ലോ. ഞാൻ അതിനൊരു കമ്പ്യൂട്ടർ ടെർമിനോളജിയിൽ എക്സാമ്പിൾ പറയാൻ ശ്രമിക്കാം, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഫയലുണ്ട്, ഓക്കെ. ഇപ്പോൾ ഒരു ഫയല് കുറേ പിക്ചേഴ്സ് അതൊരു ഫോൾഡറാക്കി ഒരു ഫയലാക്കി എനിക്കൊരു USB-യിലോ ഇല്ലെങ്കിൽ എൻ്റെ ഇമെയിലിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അല്ലേ? അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻ്റെ ഇമെയിലിൽ അത് വന്നു, ഇല്ലെങ്കിൽ ആ USB ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ കുത്തിയാൽ ആ ഫോട്ടോസ് എല്ലാം എനിക്ക് കാണാം, അല്ലേ? ക്ലിയർ അല്ലേ? അതിനു മുമ്പ് ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫയൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ഒരു USB-യിലോ ഒരു ഇമെയിലിലോ ട്രാൻസ്ഫർ ചെയ്ത് നമ്മളൊരു ഫോൾഡർ ആക്കി വേറൊരാൾക്ക് കൊടുക്കുമ്പോഴേക്കും ആ ഫോൾഡർ ആർക്ക് കിട്ടുന്നു അവർക്കത് ഓപ്പൺ ചെയ്യാം, അവർക്ക് കാണാം എന്ത് അതിലുള്ള. മേക്ക് സെൻസ്, റൈറ്റ്? സി, ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. മനുഷ്യനിലുള്ളത് മനുഷ്യരിൽ അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിനല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. എന്നിട്ട് വീണ്ടും ജനിച്ചപ്പോൾ ദൈവം ചെയ്തത്, ഓ ലോഡ്, ഇറ്റ് ഇസ് അമേസിങ്. ആ ദൈവത്തിൻ്റെ ആത്മാവിനെ എടുത്തിട്ട് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അകത്തേക്ക് ആക്കി. നമുക്കെല്ലാം അറിയാം. But only in spirit. See? Yes. കാരണം വിശ്വാസത്തിൽ വന്നവർക്ക് പോലും ഇവിടെ എഴുതിയേക്കുന്ന ആ 12 വാക്യം ശ്രദ്ധിച്ച്, നാമോ ലോകത്തിൻ്റെ ആത്മാവിനല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ഐ ഡോണ്ട് നോ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന എന്താണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനൊക്കെ എഫേസ്യ ലേഖനത്തിൽ പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധരിൽ അവൻ്റെ അവകാശത്തിൻ്റെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. എഫേസ്യ ലേഖനത്തിൻ്റെ പ്രാർത്ഥന, പൗലോസിൻ്റെ പ്രാർത്ഥന. നമ്മളുടെ പ്രാർത്ഥനയൊക്കെ ആവശ്യങ്ങളും കംപ്ലൈൻറ്റും പരാതിയും ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിന് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്, ദൈവത്തിനൊരു ആശയമുണ്ട്. വിളിയാനുള്ള ആശ ഇന്നതും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം വിശ്വാസികൾക്ക് അറിയത്തില്ല വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം എന്തെന്നും. വാട്ട് ഈസ് അവർ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇൻ ഹെവൻലി പ്ലേസസ്, അല്ലേ? നമ്മൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൽ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുക, പക്ഷെ നമുക്ക് നോക്കുമ്പോൾ കാണുന്നില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ പുറമേയുള്ള കണ്ണൊന്ന് അടച്ചിട്ട് സ്പിരിച്വലി നമ്മുടെ കണ്ണ് തുറന്നൊന്നും കാണാൻ പറ്റിയാൽ ഇറ്റ് മേക്ക് ബിഗ് ഡിഫറൻസ്. സി, അപ്പോൾ ദൈവം നമുക്കോ ലോകത്തിൻ്റെ ആത്മാവിനല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ അനേക ഉദാഹരണങ്ങളെ ക്രിസ്തു അല്ലെങ്കിൽ യേശു പറഞ്ഞ ഉപമകളൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ മുടിയനായ പുത്രൻ്റെ കാര്യം എപ്പോഴും പറയും. ഐ ഡോണ്ട് നോ ഹൂ ഗേവ് ദാറ്റ് ടൈറ്റിൽ, മുടിയനായ പുത്രൻ ഇല്ലെങ്കിൽ പ്രോഡിഗൽ സൺ. ആ ഉപമ അതിനെക്കുറിച്ചേ അല്ല. അതിൻ്റെ ഉപമ തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അതിനെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാവും. ചുങ്കക്കാരും പാപികളും
യേശുവിനെക്കുറിച്ച് പിറുപിറുത്തു, ഇവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടി തിന്നു കുടിക്കുന്നു. ചുങ്കക്കാരും പാപികളുമല്ല, പരീക്ഷന്മാർ, ശാസ്ത്രിമാർ, ഇല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് കുറ്റം പറയും, ഇവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടി തിന്നു കുടിക്കുന്നു എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു. അതിൽ നിന്നാണ് ആ ഉപമ തുടങ്ങുന്നത്, അല്ലേ? ആ ഉപമ നമുക്കറിയാം, നമുക്ക് അടുത്ത ക്ലാസ്സിലത് പറയാം. എന്നാലും നക്ഷലായിട്ട് അത് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ഇളയപുത്രന് അവൻ്റെ സ്വത്ത് മേടിച്ച് ദൂരദേശത്ത് പോയി എല്ലാം നശിപ്പിച്ചു. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവന് സുബോധം വന്നിട്ട് എൻ്റെ അപ്പൻ്റെ വീട്ടിലെ വേലക്കാർ ഇതിൽ നിന്നിട്ട് കഴിയുന്നു. ആ സുബോധം വന്നിട്ട് അവൻ മടങ്ങി വരുന്നു, അല്ലേ? അതെല്ലാം നമുക്കറിയാം. മടങ്ങി വരുമ്പോഴേക്ക് അപ്പനവനെ സ്വീകരിക്കുന്നു, ചെരുപ്പിടുന്നു, മോതിരം ഇടുന്നു, അവിടെ വലിയൊരു പാർട്ടി നടക്കുക. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അവനെപ്പോലെ മുടിയനായ പുത്രനെ പോലെ നമ്മൾ മടങ്ങി വരണം. അപ്പോൾ അപ്പൻ അല്ലെങ്കിൽ പിതാവായ ദൈവത്തെയായിട്ട് നമ്മളതെല്ലാവരും കേട്ടിട്ടുണ്ട്. പിതാവായ ദൈവമാണെങ്കിൽ മടങ്ങിയെന്ന ഒരു ദൂർത്തപുത്രനെ സ്വീകരിച്ചെങ്കിൽ ആ വീട്ടിൽ വേറൊരു സഹോദരനുണ്ട്, മൂത്ത പുത്രൻ. ഹൂ ഈസ് ഹീ ദെൻ? ഹൂ ഈസ് ഹീ? അവൻ ദൈവത്തിൻ്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്, അല്ലേ? അപ്പൻ പിതാവായ ദൈവമാണെങ്കിൽ ആ ഭവനത്തിൽ താമസിക്കുന്നത് ആ ദൈവ ഭവനത്തിലെ ഇല്ലെങ്കിൽ ഒരു വിശ്വാസി തന്നെയാണ്. അപ്പം അവൻ്റെ ഉള്ളിലും ആഗ്രഹമുണ്ട്, ഞാൻ എൻ്റെ ചങ്ങാതിമാരുടെ കൂടെ സന്തോഷിക്കേണ്ടതിന് എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും നീ തന്നിട്ടില്ല. ഈ ആഗ്രഹം അടക്കി പിടിച്ചുകൊണ്ട് പുള്ളി ഉള്ളിലിരിക്കുക, എന്നിട്ട് സേവിക്കുകയാണെന്ന് പറയുന്നത്. ഞാൻ നിന്നെ ഈ ജീവിതകാലം മുഴുവൻ സേവിച്ചു, പക്ഷെ എൻ്റെ ചങ്ങാതിമാരോട് സന്തോഷിക്കുന്ന എനിക്കൊരു ആട്ടിൻകുട്ടി നീ തന്നിട്ടില്ല. പിതാവ് പറയുന്ന മറുപടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റേതല്ല നിൻ്റെതല്ലയോ. He have no clue about his inheritance. അവൻ്റെ അവകാശത്തെക്കുറിച്ച് ഒരു ബോധമില്ലാതെ താമസിക്കുന്ന വീട്ടിലെ പയ്യൻ. പക്ഷേ പുറമേ നിന്നുള്ള ചുങ്കക്കാരും പാപികളും അവൻ്റെ മേശയിൽ നിന്ന് പന്തിയിലിരിക്കുന്നു. അപ്പോൾ we need to know what is our inheritance, our blessings in heavenly places. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ അവൻ്റെ വിളിയായുള്ള ആശ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുതന്നെയല്ല, വിശ്വസിക്കുന്നവർക്കൊണ്ട് വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, യേശുവിനെ മരിച്ചവരെ ഇടയിൽ നിന്ന് ഉറപ്പിച്ച അതേ ആത്മാവാ എൻ്റെയും അവൻ്റെ ഉള്ളത്തിലിരിക്കുന്നത്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശ്വസിച്ചാൽ ഇതിൻ്റെ ശക്തി നമുക്കത് വിവരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? സോ അപ്പോൾ അതിന് വേണ്ടി ദാറ്റ്സ് എ വൺ പർപ്പസ്. ഇത് മറന്നു പോകരുത്, അല്ലേ? അപ്പോൾ ആ വാക്കൊന്ന് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് നൽകിയത്, ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായിട്ടാണ് ഈ ആത്മാവിനെ നമുക്ക് തന്നേക്കുന്നത്. ഈ ആത്മാവിൻ്റെ സ്വരം നമ്മൾ ശ്രദ്ധിച്ചാൽ ആത്മാവ് നമ്മളോട് പറയും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കുക, ഇൻ ഹെവൻലി പ്ലേസ്, ലോകസ്ഥാപനത്തിനും ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക, നിന്നെ കണ്ടു, നിന്നെ വീണ്ടെടുത്ത്, നിന്നെ വിളിച്ചു, വേർതിരിച്ചു. പക്ഷെ നമ്മൾ പുറമേ കാണുന്നത്. അപ്പോൾ അതാണ് വൺ ഓഫ് ദ പർപ്പസ് വൈ ഗാഡ് സെൻഡ് ഹിസ് സ്പിരിറ്റ്. പലപ്പോഴും ഇത് നമുക്കറിയത്തില്ല. പലപ്പോഴും നമുക്കതൊരു അന്യഭാഷ പറയാനുള്ളൊരു കാരണമാക്കി നമുക്ക് ആ ക്ലാസ് വരുമ്പോഴേക്ക് ഞാനത് തീർച്ചയായിട്ടും പഠിപ്പിക്കാം. ഓക്കെ, പക്ഷേ യെസ്, he already transferred everything in his spirit and put that spirit in us. So that we may. അതിൻ്റെ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും നിങ്ങളെ ഉപദേശിച്ചേരേണ്ട ആവശ്യമില്ല. ബട്ട് most of us don't know what it is. ഓക്കെ, അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അകത്തിരുന്ന് നമ്മളോട് തന്നെ പ്രചോദിപ്പിക്കുക. യെസ് you got it, you can move forward, you have it, you already got it. you already got healed. കർത്താവ് തന്നെ വിടുവിച്ചിരിക്കുന്നു. നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴല്ല ദൈവം ക്രൂശിൽ മരിച്ചത്. നമ്മളൊക്കെ ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ പാപത്തിനും നമ്മുടെ രോഗത്തിനും വേണ്ടി കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു. ബട്ട് ഞാൻ ബിലീവ് ചെയ്ത 2002 2002 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. കർത്താവ് അതിനു മുമ്പേ മരിച്ചു. ഈ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് ഈ വചനത്തിൻ്റെ സത്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാകുകയും നമുക്ക് ജയകരമായ ക്രിസ്തു ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്തെങ്കിലും മനസ്സിലായല്ലോ, അല്ലേ? Definitely. ആമേൻ. Thank you. ദൈവം സഹായിക്കട്ടെ. God bless.